തുടക്കത്തിൽ സ്റ്റീവ് എന്ന യുവ നായകനെ നമുക്ക് പരിചയപ്പെടുന്നു. അവൻ മലതോണ്ടിരുന്നതിന്റെ പരിധിയില്ലാത്ത സാമ്രാജ്യം അനാവരണം ചെയ്യുന്നു. നമ്മൾ പ്രധാന ലോകത്തിന്റെ ഉപരിതലമായ ഓവർവേൾഡ് പര്യവേക്ഷണം ചെയ്യുകയാണ്. കണക്കില്ലാത്ത ഇതിഹാസ കഥകളാൽ നിറഞ്ഞ വിശാലവും അതിരുകളില്ലാത്തതുമായ ഒരു മണൽക്കൂമ്പാരം. ചെറുപ്പം മുതലേ സ്റ്റീവിന് ലോകത്തിലെ ഏറ്റവും വലിയ ഖനി തൊഴിലാളിയാകാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ബിൽഖവരയവർ, നിർമ്മാണം, നവീന ആശയങ്ങൾ എന്നിവയോടുള്ള അവന്റെ താൽപര്യത്തിന് പട്ടണത്തിലെ ഖനിയുടെ കവാടം കാക്കുന്ന, എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വൃദ്ധൻ തടസ്സമുണ്ടാക്കി. ഈ നയം മുതിർന്നവർക്ക് മാത്രമുള്ളതാണ്, കുട്ടികൾക്ക് പ്രവേശനമില്ല. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. സ്റ്റീവ് പ്രായപൂർത്തിയായി വളർന്നു. എന്നിട്ടും അവന്റെ ജീവിതം അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ എടുത്തു. അവസാനം അവൻ വാതിൽപ്പടികൾ വിറ്റ് ജീവിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ഒരേ ജോലി തന്നെ ചെയ്തു മടുപ്പിക്കുന്ന പതിവ് രീതി. ഒരു ഉച്ചയ്ക്ക് ഏകാന്തമായ ഉച്ചഭക്ഷണത്തിനിടെ അവൻ പണ്ടെപ്പോഴോ മറന്നുപോയ ആ ബാല്യകാല സ്വപ്നം പെട്ടെന്ന് ഓർമ്മിച്ചു. ഒരു പുതിയ ലക്ഷ്യബോധത്താൽ പ്രേരിതനായി ഖനിയിലേക്ക് മടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ഇത്തവണ തീർച്ചയായും ഒന്നും ആർക്കും അവനെ തടയാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ വിജയിച്ചു. ആ വൃദ്ധൻ അവിടെ തങ്ങിനിന്നെത്തും. സ്റ്റീവ് വൈകിയതിന് പരിഹാരം ചെയ്യാൻ തീവ്രമായ ഊർജ്ജത്തോടെ മുന്നോട്ട് കുഴിച്ചുപോയിരുന്നു. ആ നിമിഷത്തിലാണ് അവനൊരു പ്രത്യേകതരം 2 പുരാവസ്തുക്കൾ കണ്ടെത്തിയത്, ഒരു ക്രിസ്റ്റൽ ക്യൂബും സൃഷ്ടി ക്യൂബും. അദ്ദേഹം പുരാവസ്തുക്കൾ സംയോജിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ഒരു പോർട്ടൽ തുറന്നു. അത് അനന്തമായ സാധ്യതകളുള്ള ഓവർവേൾഡിലേക്ക് നയിച്ചു. ഒരു അപൂർവമായ പിങ്ക് ചെമ്മരിയാടിനെ കണ്ടെത്തിയ ശേഷം അവൻ അതിന്റെ രോമം ഉപയോഗിച്ച് 3 മനോഹരമായ വീടുകൾ പണിത് തന്റെ വാസ്തുവിദ്യാപരമായ അഭിലാഷങ്ങൾ സാക്ഷാത്കരിച്ചു. വനപ്രദേശം പര്യവേക്ഷണം ചെയ്യുമ്പോൾ സ്റ്റീവിനെ ഒരു ഭയങ്കര ചെന്നായ നേരിട്ടു. ചെന്നായ ആദ്യം ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റീവ് ഒരു രസകരമായ തുടയലിന്റെ കഷ്ണം ഉപയോഗിച്ച് അതിനെ മെരുക്കി. പിന്നീട് അവനതിനെ ഡെന്നിസ് എന്ന് വിളിച്ചു. അന്നുമുതൽ അവരുടെ ബന്ധം തകർക്കാൻ കഴിയാത്തതായിരുന്നു. അവർ ഒത്തൊരുമയോടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു, ലോകത്തെ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുത്തി. കൂടാതെ എല്ലാ ജീവജാലങ്ങളും പെട്ടെന്ന് തന്നെ അവരോടൊപ്പം ഐക്യത്തോടെ ചേർന്നു. സ്റ്റീവ് കെട്ടിട നിർമ്മാണത്തിലും പര്യവേക്ഷണത്തിലും കണ്ടുപിടുത്തത്തിലുമെല്ലാം മുഴുകി സ്വയം മറന്നു. പുരാതന അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതുവരെ അവന്റെ ദിവസങ്ങൾ അതിലലിഞ്ഞില്ലാതായി. കൃത്യമായി സ്ഥാപിച്ച ഒരു പെട്ടിയിൽ ഒരു പുതിയ പോർട്ടൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഈ പോർട്ടൽ നെതറിലേക്ക് തുറന്നു. പ്രചോദനം ഒട്ടുമില്ലാത്തതും ഭീതിജനകവും വികലവുമായ ഒരു മണ്ഡലം. ആ സ്ഥലം അത്യാഗ്രഹികളും ദയില്ലാത്തവരുമായ പിഗ്ലിൻ ജീവികളാൽ നിറഞ്ഞിരുന്നു. അവരെല്ലാം ശക്തയായ മന്ത്രവാദിനി മാൽഗോയുടെ സേവകരായിരുന്നു. ഒരു ദുരിതമയമായ ബാല്യം ഈ പന്നിയുടെ മന്ത്രവാദിനിയെ ദുഷ്ടതയിലേക്ക് വളർത്തി. നൃത്തമെന്ന സ്വപ്നം പിന്തുടർന്ന അവൾക്ക് സമൂഹത്തിന്റെ പരിഹാസമേൽക്കേണ്ടിവന്നു. മാത്രമല്ല, അവളെ ലജ്ജാകരമെന്ന് മുദ്രകുത്തി പിതാവ് തള്ളിപ്പറഞ്ഞു. അതിനുശേഷം അവൾ വെറും വെറുപ്പിൽ അതിയായ ആഗ്രഹത്താൽ പ്രേരിതയായി എല്ലാ ലോകങ്ങളെയും കീഴടക്കാൻ സൃഷ്ടിയുടെ ക്യൂബ് ഉപയോഗിക്കാൻ പ്രീഥോയിഡ് ശ്രമിച്ചു. എന്നാൽ വിഭവസമൃദ്ധനും ധീരനുമായ സ്റ്റീവ് ഗോളം രക്ഷപ്പെടുത്തി അവളുടെ പദ്ധതികളെ തകർത്തു. ഡെന്നിസിനുള്ള അദ്ദേഹത്തിന്റെ ഒരേയൊരു നിർദ്ദേശം ഭൂമിയിലേക്ക് മടങ്ങിച്ചെന്ന് അത് എന്നേക്കുമായി ഒളിപ്പിക്കാനായിരുന്നു. ഡെന്നീസ് പറഞ്ഞത് തീർത്തും ശരിയായിരുന്നു. ലോകങ്ങൾക്കിടയിൽ യാത്ര ചെയ്യവേ അവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ പുരാവസ്തു സ്റ്റീവിന്റെ മെത്തക്കടിയിൽ ഒളിപ്പിച്ചു. ദശാബ്ദങ്ങൾക്ക് ശേഷം ഗാരറ്റ് ഗാരിസൺ രംഗപ്രവേശം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഒരു ആർക്കേഡ് ഗെയിമിന്റെ ആധിപത്യത്തിലൂടെ വീഡിയോ ഗെയിം ലോകത്തെ മാറ്റിമറിച്ച ഒരു യുവ പ്രതിഭ. മാലിന്യം എറിയുന്നതിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃത്യത കാരണം അദ്ദേഹത്തെ ദി ട്രാഷ് മാൻ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്തി കുതിച്ചുയർന്നു. ഒടുവിൽ $1 ദശലക്ഷം കരാറിൽ കലാശിച്ചു. ഒരു ഒഴിപ്പിക്കൽ നോട്ടീസ് ലഭിക്കുന്നതുവരെ എല്ലാം അവനുകൂലമായി നടക്കുകയായിരുന്നു. അത് വിധിയുടെ ഒരു കളിയായിരുന്നു. അദ്ദേഹം അവനെ അധികാരത്തിന്റെ സ്ഥാനത്തുനിന്ന് പൂർണ്ണ നാശത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഗാരത്ത് പിച്ചക്കാരനായിരുന്നു, ഒരു തിരിച്ചുവരവിനായി കൊതിക്കുകയായിരുന്നു. അയാൾ ലാഭത്തിന് വിൽക്കാൻ കഴിയുന്ന ഒരു സാധനം കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ പ്രാദേശിക ലേലത്തിൽ പങ്കെടുക്കുന്നു. ഒരു ജീവനക്കാരൻ വിലമതിക്കാനാവാത്തതും പുരാതനവുമായ ഒരു ശേഷിപ്പിനെക്കുറിച്ച് അദ്ദേഹത്തെ അറിയിക്കുന്നു. വില കുറയ്ക്കുകയാണെങ്കിൽ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഗാരത്ത് വാങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറാണ്. അവനതിന് താൽപ്പര്യമുണ്ട്. ചുരുങ്ങിയതും എന്നാൽ തീവ്രവുമായ ലേല മത്സരത്തെ തുടർന്ന് ഗാരത്ത് $900 ലേലത്തിൽ ആരുമറിയാത്ത സമ്മാനം ഉറപ്പിച്ചു. 6 മാസത്തിനുള്ളിൽ പണം അടയ്ക്കാമെന്ന് സമ്മതിച്ചു. എങ്കിലും പെട്ടി തുറന്നതും നിരാശ അവനെ മൂടി. തട്ടിപ്പിനിരയായെന്ന് ഉറപ്പായ അയാൾ ദേഷ്യത്തോടെ പെട്ടി അടച്ചു. സൃഷ്ടി ക്യൂബ് അവിടെയുണ്ടെന്നറിയാതെ അത് മറഞ്ഞിരിക്കുകയാണെങ്കിലും അവന്റെ കൺവെട്ടത്തു തന്നെയുണ്ടായിരുന്നു. അയാൾ നിർദ്ദേശിച്ചത് അവർ വില കുറഞ്ഞ ലേലങ്ങളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ പിന്തുടരുന്നത് നിർത്തണം എന്നാണ്. നിരാശയിൽ ആണ്ടുപോയ അവൻ അടുത്തുള്ള ഒരാൾ തന്റെ കയ്യിൽ പണമില്ലാത്തതിനെക്കുറിച്ച് പരിതപിക്കുന്നത് കേട്ടുവെന്ന് അറിഞ്ഞില്ല. അതേസമയം ഞങ്ങൾ ഹെൻറിയെയും അവന്റെ മൂത്ത സഹോദരി നദാലിയെയും കണ്ടുമുട്ടുന്നു. അമ്മയുടെ മരണശേഷം അവർ നഗരത്തിലേക്ക് താമസം മാറി. പിറ്റേന്ന് രാവിലെ ഹെൻറിക്കുവേണ്ടി നദാലി പ്രഭാതഭക്ഷണം തയ്യാറാക്കി. കൂടാതെ അവന്റെ പുതിയ സഹപാഠികളുമായി പങ്കിടാനായി ഒരു പിസ്സയും ഉണ്ടാക്കി. ഡോൺ, ഊഷ്മളവും സൗഹൃദപരവുമായ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, അവരെ സ്വീകരിച്ചു. അവളുടെ സ്നേഹസൂചകമായി അവൾ അവനൊരു കുപ്പി കൊളോൺ സമ്മാനിച്ചു. എന്നിരുന്നാലും അടുത്ത ദിവസങ്ങളിലെ മാറ്റങ്ങളിലും ദുഃഖത്തിലും വലഞ്ഞിരുന്ന ഹെൻറി സ്കൂളിലെ ആദ്യ ദിവസത്തേക്ക് പോകുന്നതിനു മുൻപ് ഉപരിപ്ലവമായ ഒരു നന്ദി പറഞ്ഞു. ഗാരറ്റ് തന്റെ കടയിലെ കൂട്ടിയിട്ട പഴയ സാധനങ്ങൾ തരംതിരിക്കുമ്പോൾ ഹെൻറി അകത്തേക്ക് വന്നു. ഒരു വഴികാട്ടിയെ തേടി ജിജ്ഞാസയുള്ള കുട്ടി ഒരു പിസ്സ കഷ്ണം പങ്കിട്ടു. ഗാരറ്റ് ജീവിതമെന്ന കച്ചവടത്തിലെ വിൽപ്പനക്കാരനായി സ്വയം വിശേഷിപ്പിച്ച് തന്റെ വിജ്ഞാനം മണിക്കൂറിന് $50 നിരക്കിലാണെന്ന് അവനെ അറിയിച്ചു.
കുറച്ചു നേരം തമാശകൾ പറഞ്ഞ ശേഷം അവൻ ഗൗരവക്കാരനായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, കൂട്ടുകാർ പസിലുകൾ പോലെയാണ്. എല്ലാ കഷ്ണങ്ങളും നിന്റെ കയ്യിലുണ്ടാകും, പക്ഷേ പൂർണ്ണ തോന്നാൻ ഒരെണ്ണം മാത്രം കാണാതെ വരും. അദ്ദേഹം അവനോട് ഇങ്ങനെയും പറഞ്ഞു, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയില്ല, എന്നാൽ ഒരു ടീംമേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ തടുക്കാൻ ആർക്കും കഴിയില്ല. പെട്ടെന്നുള്ള പ്രചോദനത്തിൽ ഹെൻറി പിസ്സ അവിടെ ഉപേക്ഷിച്ച് ക്ലാസ്സിലേക്ക് ധൃതി പിടിച്ചുപോയി. പ്രധാനാധ്യാപകൻ പ്രധാനാധ്യാപിക അവളെ സ്കൂളിൽ സ്വീകരിക്കുകയും അവന്റെ അവളുടെ നെയിം ടാഗ് നൽകുകയും ചെയ്തു. സംഭാഷണത്തിനിടയിൽ തന്റെ വിവാഹം പണ്ടേ കഴിഞ്ഞെന്നും നായ്ക്കളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നതെന്നും അവൾ വെളിപ്പെടുത്തി. ഹെൻറി പിന്നീട് ക്ലാസ്സിലേക്ക് നടന്നുപോയി. അവിടെ അധ്യാപകൻ വിദ്യാർത്ഥികളോട് തന്റെ ജീവിതത്തെക്കുറിച്ച് കടുത്ത നിരാശയോടെ സംസാരിച്ചു. ക്ലാസ് തുടങ്ങിയ ശേഷം അവർ ഒരു സഹകരണ പ്രോജക്ട് ആരംഭിച്ചു. ഹെൻറിയുടെ ഘടകഭാഗങ്ങൾ സ്ഥാപിക്കുന്നതിലെ പിഴവ് കാരണം ജെറ്റ്പാക്ക് പ്രോട്ടോടൈപ്പ് അപ്രതീക്ഷിതമായി തകരാറിലായി. അടുത്തു ജോലി ചെയ്യുകയായിരുന്ന നദാലി തകരാറിലായ ഉപകരണം അവളുടെ കെട്ടിടത്തിലേക്ക് തകർന്നു വീണപ്പോൾ ഞെട്ടിയുണർന്നു. ഹെഡ്മാസ്റ്റർ കോപാകുലനായി ഹെൻറിയുടെ രക്ഷാകർത്താവുമായി സംസാരിക്കണമെന്ന് നിർബന്ധിച്ചു. പരിഭ്രാന്തിയിലാണ്ട ഹെൻറി ഗാരറ്റിനെ അസ്വസ്ഥതയോടെ വിളിച്ചു അമ്മാവനായി അഭിനയിക്കാൻ അവനോടപേക്ഷിച്ചു. ഹെൻറിക്ക് $26 പണമായി ഉണ്ടെന്ന് അറിഞ്ഞത് ഗാരറ്റിനെ വിശ്വസിപ്പിക്കാൻ മതിയായിരുന്നു. ഹെൻറി കാര്യങ്ങൾ പ്രധാനാധ്യാപകൻ വിശദീകരിക്കുന്നതിനിടയിൽ ഗാരറ്റിന്റെ കടയുടെ പിന്നിലുള്ള ഒരു പ്രത്യേക സമചതുരം ശ്രദ്ധയിൽപ്പെട്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷിച്ചു. ഗാരറ്റ് വെറുതെ തോളുകൾ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, അതിന്റെ യഥാർത്ഥ ഉപയോഗം അറിയാത്തതുകൊണ്ട് $95 വിൽക്കുന്നു. എങ്കിലും കുറച്ച് പെട്ടികൾ അരിച്ചുപെറുക്കുന്നതിനിടയിൽ അവർക്ക് ഒരു പഴയകാല നിർദ്ദേശ് മാനുവൽ കണ്ടെത്തി. ഒരു വലിയ മുന്നറിയിപ്പ് വലിയ അക്ഷരങ്ങളിൽ ജ്വലിച്ചു, കോളം ഓണർ ക്രിസ്റ്റൽ ക്യൂബുമായി ഒരിക്കലും സംയോജിപ്പിക്കരുത്. അദ്ദേഹം മുന്നറിയിപ്പ് നൽകാൻ വരെ പോയി, ഒരിക്കലും ദാരിദ്ര്യം അതിരുകടന്നാലും ഒളിപ്പിച്ച നിധി ലഭിക്കുമെന്ന വെറും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ പെട്ടി തുറക്കരുത്. കൗതുകം മൂലം പ്രചോദിതരായി ജാഗ്രതയെ അവഗണിച്ച് അവർ ഇരുവരും അന്വേഷണം നടത്തി. വസ്തുവിന്റെ ശക്തി തേടി ഉപേക്ഷിക്കപ്പെട്ട ഖനിയിലേക്ക് അവർ സാഹസികമായി ഇറങ്ങിയപ്പോൾ തങ്ങളെ കാത്തിരിക്കുന്ന ജീവിതം മാറ്റുന്ന സാഹസിക യാത്രയെക്കുറിച്ച് അവർ ബോധവാന്മാരായിരുന്നില്ല. അതേസമയം ഹെൻറി സ്ഥലത്തില്ലെന്ന് നദാലിക്ക് മനസ്സിലായി. മറ്റൊരു വഴിയുമില്ലാതെ നിരാശയായ അവൾ തന്റെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ഡോണിനെ ബന്ധപ്പെട്ടു. അവർ പരിഭ്രാന്തിയോടെ എത്തിയപ്പോൾ അത്ഭുതകരവും അപകടകരവുമായ ഒരു കാഴ്ച അവരെ എതിരേറ്റു. നിഗൂഢമായ ക്യൂബ് പ്രകാശിച്ചു തുടങ്ങി. ഹെൻറിയെ അതിശക്തമായി ആകർഷിക്കുന്ന ഒരു അന്യഗ്രഹ ഊർജ്ജം പുറപ്പെടുവിച്ചു. ഉടൻ തന്നെ ഖനിയിൽ നിന്ന് പലായനം ചെയ്തു. അയാളെവിടെയാണെന്ന് കണ്ടെത്താനായി ഡോൺ ഒരു ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു. അവർ സഹജമായി അവനെ പിടികൂടി. അതിവേഗം ചുഴിയിൽ അകപ്പെട്ട് പോർട്ടലിലൂടെ വലിച്ചെറിയപ്പെട്ട് നേരിട്ട് ഉപരിതല ലോകത്ത് എത്തി. ധനിക്ക് ചുറ്റുമുള്ള പുതിയ യാഥാർത്ഥ്യത്തിൽ അത്ഭുതപ്പെട്ട ഗാരറ്റ് 1989 മുതൽ താനൊരു ഗെയിമിംഗ് ഐക്കൺ ആണെന്ന് ധൈര്യമായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ അവർ ആ പ്രസിദ്ധമായ പിങ്ക് ചെമ്മരിയാടിനെ കണ്ടുമുട്ടി. അത് ആകാംക്ഷയോടെ അവരെ നോക്കുകയായിരുന്നു. അത് തനിച്ചായിരുന്നില്ല. കവാടത്തിന്റെ ആവിർഭാവം പ്രചോദനമായപ്പോൾ ഒരു ഗ്രാമീണൻ യാത്രക്കാരെ പിന്തുടർന്നു. ഭൂമിയിലേക്ക് കാലെടുത്തുവച്ച് വ്യത്യസ്ത സാമ്രാജ്യങ്ങൾ തമ്മിൽ അപ്രതീക്ഷിതമായ ഒരു ബന്ധം സ്ഥാപിച്ചു. നെതറിന്റെ ശൂന്യമായ ആഴങ്ങളിൽ സ്വർണത്തിനായുള്ള തങ്ങളുടെ നിഷ്ഫലമായ തിരച്ചിൽ പിഗ്ലിനുകളെ കൂടുതൽ നിരാശരാക്കി. മലോഷ വീണ്ടും വിനാശകരമായ ഒരു പരാക്രമത്തിലായിരുന്നു. അവർ ഉടൻ തന്നെ സമ്പന്നരായില്ലെങ്കിൽ മരണത്തേക്കാൾ മോശമായ ഒരു വിധി വരുമെന്ന് ഭീഷണിപ്പെടുത്തി. അവൾക്ക് അവയെ രുചികരമായ പന്നിയിറച്ചി കഷ്ണങ്ങളാക്കി മാറ്റാൻ കഴിയും. പെട്ടെന്ന് അവൾ ഒരു സിഗ്നൽ കണ്ടെത്തി. കോളത്തിന്റെ പോർട്ടൽ വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ സ്റ്റീവിനെ അഭിമുഖീകരിക്കാനായി ധൃതി കൂട്ടി. അവൻ ഇപ്പോഴും ബന്ധനത്തിൽ ആയിരുന്നു. ഗാരറ്റ് പിങ്ക് ചെമ്മരിയാടിന്റെ ശ്രദ്ധ നേടാൻ തീവ്രമായി മത്സരിക്കുകയായിരുന്നു. സ്വർണം കണ്ടെത്തുന്ന ദൗത്യങ്ങൾക്കായി അവൻ യാചിക്കുകയായിരുന്നു. ഒരു ബഹളവുമില്ലാതെ അവൾ അവനെ വിട്ടയച്ചു. ഒരേയൊരുക്കിന വ്യവസ്ഥ മാത്രം മുന്നോട്ട് വെച്ചു. അവന്റെ പ്രിയപ്പെട്ട ചെന്നായ ഡെന്നിസിന്റെ അതിജീവനത്തിന് അവളുടെ ലോകത്ത് നിന്ന് തിരിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാലം കടന്നുപോയെങ്കിലും സംഭവങ്ങൾക്ക് മാറ്റമുണ്ടായില്ല. ഒരു ഇടിമുഴക്കത്തോടെ ഡെന്നിസ് ചെന്നായ പെട്ടെന്ന് ഇരച്ചുകയറി. ഇത് പിങ്ക് നിറത്തിലുള്ള ആടിനെ ഭയന്ന് പിൻവാങ്ങാൻ കാരണമായി. ആ പ്രദേശം നിശബ്ദമായി. പക്ഷേ ആ നിശബ്ദത അധികനേരം നീണ്ടുനിന്നില്ല. വേട്ടയാടുന്ന അസ്ഥികൂടങ്ങളും ഭീമൻ ചിലന്തികളും സോംബികളും ക്രീപ്പർമാരും ഇരുട്ടിൽ നിന്ന് ഉയർന്നുവന്നപ്പോൾ ഭീതിതമായ ശബ്ദങ്ങളുടെ ഒരു കോറസ് ഉയർന്നു. അവർ ഒരു ഭയങ്കര ആക്രമണം അഴിച്ചുവിട്ടു. പരിഭ്രാന്തരായ ജനക്കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹെൻറി ശാന്തനായി തുടർന്നു. തന്റെ ബുദ്ധിശക്തി ഉപയോഗിച്ച് അവൻ ഇഷ്ടികകൾ കൊണ്ട് കോട്ടകൾ നിർമ്മിക്കാൻ തുടങ്ങി. അത് സംഘത്തിന് സുരക്ഷ നൽകി. അവന്റെ തുളച്ചുകയറുന്ന നിലവിളി അവൻ ഒളിച്ചിരുന്ന സ്ഥലം വെളിപ്പെടുത്തി. നിമിഷങ്ങൾക്കകം തന്നെ സോംബികൾ അവനെ വളഞ്ഞു. ആകെ ബഹളത്തിനിടയിൽ പിങ്ക് നിറമുള്ള ആടിനെയും പിടികൂടി. ഗാരറ്റിനെ സഹായിക്കാൻ ഗ്രൂപ്പിലെ ബാക്കിയുള്ള അംഗങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ അസാധാരണമായ കഴിവ് ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്തു. എല്ലാവരെയും നിശബ്ദരാക്കി. പുലർച്ചെ കിഴക്ക് ദിക്കിൽ സൂര്യരശ്മി പതിഞ്ഞതും കൽപ്പന കിട്ടിയത് പോലെ സോംബികൾ കത്തിയമർന്ന് ചാരമായിത്തീർന്നു. തന്റെ സാന്നിധ്യം ഡൊമിനിയൻ ഗോളം സ്വന്തമാക്കാൻ വേണ്ടിയാണെന്ന് സ്റ്റീവ് പ്രഖ്യാപിച്ചു. അവർക്ക് ഭൂമിയിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നതിന് പകരമായി ആ ഗോളം അവൻ സ്വന്തമാക്കും. ക്രിസ്റ്റൽ ക്യൂബ് ഇല്ലാത്തതിനാൽ അവരുടെ മടങ്ങിവരവ് അപകടകരമായിരുന്നു. അത് വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ ഒരേയൊരു ബദൽ മാർഗം തേടാനോ അവർ നിർബന്ധിതരായി. അതേസമയം പോർട്ടലിലൂടെ അവരെ പിന്തുടർന്ന ഗ്രാമവാസിയെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ വാഹനം ഇടിച്ചു.
ഒരു കേസിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകി പരിഭ്രമിച്ചും ഉത്കണ്ഠപ്പെട്ടുമിരിക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് അവൾ വണ്ടി ഓടിച്ചിരുന്നത്. അവൾ ഒരു കൂസലില്ലാത്ത ഭാവം അഭിനയിച്ചു. എനിക്ക് പല ഭാഗത്തുനിന്നും കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങളൊരു നല്ല മനുഷ്യനായി തോന്നുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ അവനെ അത്താഴത്തിന് ക്ഷണിച്ചു. കുട്ടികളുമായി വീണ്ടും ഒന്നിച്ച ശേഷം സംഘം സമാധാനപരവും ജിജ്ഞാസുവുമായ ഗ്രാമീണർ വസിക്കുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ എത്തി. അവർക്ക് ഇതിഹാസ് പന്നി, വിവേകിയായ ഒട്ടകപ്പക്ഷി, പ്രദേശത്തെ വീരോചിതമായി സംരക്ഷിക്കുന്ന ഭീമാകാരമായ ഇരുമ്പുഗോലം എന്നിങ്ങനെ നിരവധി പുതിയ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി. ഡീം ഒരു ഹൃദ്യമായ റോസ്റ്റ് ചിക്കൻ അത്താഴം കഴിച്ച് ഊർജ്ജം വീണ്ടെടുത്തു. ജാഗ്രതയ്ക്ക് എപ്പോഴും മുൻഗണന നൽകുന്ന സ്റ്റീവ് ലാവ ഉപയോഗിച്ചാണ് ചിക്കൻ പാകം ചെയ്തതെന്നും അത് ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും അവരെ അറിയിച്ചു. തന്റെ പരിമിതികൾ അംഗീകരിക്കാൻ കഴിയാത്തത്ര അഹങ്കാരിയായ ഗാരറ്റ് മുന്നറിയിപ്പ് അവഗണിച്ച് താങ്ങാൻ കഴിയുന്നതിലും അധികം ഏറ്റെടുത്തു. തന്റെ പ്രതിച്ഛായ നിലനിർത്താനായി അതിന്റെ ഫലമായുണ്ടായ വേദന അവൻ മറച്ചുപിടിച്ചു. നെതറിലേക്ക് തിരിച്ചെത്തിയ മൈഗോസ് സമ്മർദ്ദം താങ്ങാനാവാതെ തളരാൻ തുടങ്ങിയിരുന്നു. തുടർച്ചയായ തോൽവികളിൽ മനം മടുത്ത അവൾ സൈന്യത്തിലെ ഏറ്റവും ശക്തനും അത്ഭുതകരമെന്നു പറയട്ടെ ഏറ്റവും ദയുള്ള പിഗ്ലിനുമായ ചങ്കിസിനെ വിളിച്ചു. അയാളെ പുറത്തേക്കേക്കുന്നതിനു മുമ്പ് അവൾ റൗണ്ടീസ് എന്ന് വിളിച്ച 4 വിചിത്ര വ്യക്തികൾ ഗോളം കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവൻ നെതർ വാർത്ത സമ്മാനിച്ചു. അത് അവനെയും അവന്റെ സൈനികരെയും അവരുടെ യാത്രയിൽ സോംബികളായി മാറുന്നതിൽ നിന്ന് രക്ഷിക്കാനുള്ള ശക്തമായ ഒരു രക്ഷാകവചമായിരുന്നു. നമുക്ക് നമ്മുടെ അജണ്ട ആരംഭിക്കാം. അതേസമയം ഉപരിതലത്തിൽ പാർട്ടി ഏതിഹ്യപരമായ എസ്റ്റേറ്റിലേക്ക് മുന്നേറി. അവരുടെ യാത്രകളിൽ അവർ സ്റ്റീവിന്റെ ഇൻവെന്ററി തുറന്നു. അത് ഉപകരണങ്ങൾ, ഗാഡ്ജറ്റുകൾ, അതിശയകരമായ വസ്തുക്കൾ എന്നിവ നിറഞ്ഞ ഒരു അത്ഭുതകരമായ ഇടമായിരുന്നു. എൻഡർപേൽ ശക്തമായ ടെലിപ്പോർട്ടേഷൻ ശേഷിയുള്ള ഒരു വസ്തു ആ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി. ഗാരത്തിന്റെ പതിവ് രീതി അനുസരിച്ച് അവനത് തിരിച്ചറിയാതെ തന്നെ അവസാനത്തേതും പെട്ടെന്ന് ഉപയോഗിച്ചു തീർത്തു. തുടർന്ന് അവരുടെ ചുറ്റുപാടിൽ നിന്ന് കണ്ടെത്തിയ വിഭവങ്ങൾ ഉപയോഗിച്ച് സ്റ്റീവ് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി വിശദീകരിച്ചു. പ്രചോദനം ഉൾക്കൊണ്ട് ഗാരറ്റ് ഒരൽപ്പം വിചിത്രമെങ്കിലും ഉപയോഗപ്രദമായ ഒരു ആയുധം നിർമ്മിച്ചു. മറ്റുള്ളവരെപ്പോലെയല്ലാതെ ഹെൻറി പഴയ സാധനങ്ങൾ മതനിർദ്ദനീയ ഘടകങ്ങളുമായി സർഗാത്മകമായി സംയോജിപ്പിച്ച് അപ്രതീക്ഷിതമായി ഉപയോഗപ്രദമായ ഒരു ഉപകരണം വിജയകരമായി നിർമ്മിച്ചു. അതിനുശേഷം ഗാരറ്റ് സ്വകാര്യമായി സ്റ്റീവുമായി സംസാരിച്ചു. ഗോളത്തിനുള്ളിൽ ഒളിപ്പിച്ച കുറിപ്പ് താൻ വായിച്ചെന്നും ഉടൻ തന്നെ ഐതിഹ്യപരമായ നിധിയെക്കുറിച്ച് അന്വേഷിച്ചെന്നും അയാൾ സമ്മതിച്ചു. സ്റ്റീവ് തനിക്ക് വജ്രങ്ങളുണ്ടെന്ന് സമ്മതിച്ചു. അത് ഖനികളിൽ വളരെ ദൂരെ മാളികയിൽ നിന്ന് ഗണ്യമായ അകലത്തിൽ ഒളിപ്പിച്ചുവെച്ചിരിക്കുകയായിരുന്നു. അവരെ ബന്ധപ്പെടുന്നത് വലിയ അപകടം നിറഞ്ഞതായിരുന്നു. എന്നിട്ടും ഗാരറ്റ് ഒട്ടും മടിക്കാതെ മുന്നോട്ട് പോയി. അതുകൊണ്ട് അവർ ഖനികളിലേക്ക് യാത്രയായി. അവർ പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് പിഗ്ലിനുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ജനറൽ ചുങ്കസ് സ്റ്റീവിനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിനയം നിറഞ്ഞ പെരുമാറ്റം മാരകമായ ഭീഷണിയെ മറച്ചുപിടിക്കുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്റ്റീവ് ശ്രമിച്ചെങ്കിലും ഗാരറ്റ് അസൂയ പൂണ്ട് അംഗീകാരം തേടി ഇടപെട്ടു. ചുങ്കസിന് ഒട്ടും പരിക്കേറ്റിട്ടില്ല. അവർ പിരിഞ്ഞുപോകുന്നതിനു മുമ്പ് ആ മാളികയിൽ ഒത്തുചേരാൻ അവർ തീരുമാനിച്ചു. സംഘർഷത്തിനിടയിൽ സംഘം ചിതറിപ്പോയി. അവരുടെ രക്ഷപ്പെടലിന് സഹായകമാവാൻ സ്റ്റീവ് 2 ജോഡി മാത്രം ചിറകുകളുള്ള പ്രത്യേക പറക്കാനുള്ള ചിറകുകൾ വിതരണം ചെയ്തു. തുടർന്ന് സാഹസികമായ നീക്കത്തിൽ ഗാരറ്റിനെ കീഴ്പ്പെടുത്തി അവനോടൊപ്പം ആ ചിറകുകൾ പങ്കിട്ട് സ്റ്റീവ് ആകാശത്തിലേക്ക് ഉയർന്നു. തുടർന്നുള്ള സംഭവങ്ങൾ അതിവേഗത്തിലുള്ള ആകാശ പിന്തുടരലായി വികസിച്ചു. അവർ അപകടം നിറഞ്ഞ ഭൂപ്രകൃതിയിലൂടെ സഞ്ചരിച്ചു. രൂക്ഷമായ ആക്രമണങ്ങളെ വെട്ടിച്ചുമാറ്റി ധീരമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. പിന്തുടരുന്ന പിഗ്ലിൻ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തീവ്രമായി ശ്രമിച്ചു. ആകാശത്ത് നടക്കുന്ന നാടകീയ സംഭവങ്ങളെക്കുറിച്ച് അറിയാതെ മയങ്ങുന്ന പാണ്ടകൾ വിശ്രമിക്കുന്ന ശാന്തമായ വയലിനു മുകളിലൂടെ അവർ പറന്നുയർന്നു. പരിചയസമ്പന്നമായ കൃത്യതയോടെ ഗാരറ്റും സ്റ്റീവും ഒരു കുറ്റമറ്റ ജല ലാൻഡിംഗ് നടത്തി. ശാന്തമായ തടാകത്തിൽ പരിക്കുകളൊന്നും കൂടാതെ പുറത്തുവന്നു. അതിനിടെ ഭൂമിയിൽ തിരിച്ചെത്തിയ സ്കൂൾ പ്രധാനാധ്യാപിക തന്റെ ജീപ്പ് കൊണ്ട് അബദ്ധത്തിൽ ഇടിച്ച അതേ ഗ്രാമീണനുമായി ഒരു അപ്രതീക്ഷിത ഡേറ്റിന് പോവേണ്ടിവന്നു. അത്താഴത്തിനിടയിൽ അവൾ അടുത്തകാലത്തായി വിവാഹമോചനം നേടിയെന്ന് സമ്മതിച്ചു. അവളുടെ മുൻ ഭർത്താവിന് വ്യക്തിത്വം ഇല്ലാത്തതിനെക്കുറിച്ച് അവൾ പരിതപിച്ചു. അതേസമയം മുകളിലെ ലോകത്തേക്ക് തിരിച്ചെത്തിയ സ്റ്റീവ് മലോസയെക്കുറിച്ച് ഒരു സംഭാഷണം തുടങ്ങി. ഒരു കാലത്ത് ലോകപ്രശസ്ത നർത്തകിയാകാൻ കൊതിച്ചിരുന്ന അവളുടെ ഒഴുക്കനുസരിച്ചുള്ളതും നൂതനവുമായ ചലനങ്ങൾ നെതറിന്റെ കർശനമായ കീഴ്വഴക്കങ്ങളുമായി ഇടഞ്ഞതിനെ തുടർന്ന് അവളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ലജ്ജ തോന്നിയ പിതാവ് അവളെ പുറത്താക്കി. അതിനുശേഷം അവൾ സൗന്ദര്യത്തോടും സർഗാത്മകമായ കാര്യങ്ങളോടുമുള്ള താൽപര്യം എന്നേക്കുമായി ഉപേക്ഷിച്ചു. അവൾ ആ ഗോളം സ്വന്തമാക്കിയാൽ അവൾ ഉപരിതല ലോകത്തെയും അതിലെ നിഷ്കളങ്കരായ ജീവികളെയും നശിപ്പിക്കും. എന്നിരുന്നാലും സ്റ്റീവിന് ഒരു വൈരുദ്ധ്യാത്മകമായ തോന്നലുണ്ടായി. നെതറിലേക്ക് മടങ്ങിയെത്തിയ മലോഷ് ചുങ്കസിന്റെ പരാജയത്തിൽ ക്രോധം പൂണ്ടു. ക്ഷമ നശിച്ച അവൾ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു. മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച ഭീമാകാരനായ ഗ്രേറ്റ് പിഗ്. അനിയന്ത്രിതമായ ക്രോധം കാരണം അത് തൽക്ഷണം ജനറൽ ചുങ്കസിനെ നശിപ്പിച്ചു. അതിനുശേഷം ഗംഭീരമായ ബാരിഡോണിൽ മാൽഗോയ ഗോലമിന്റെ ആദ്യത്തെ കൽപ്പന പുറപ്പെടുവിച്ചു. പോയി ആ ഗോളം എനിക്ക് കൊണ്ടുവരൂ. അവർ സ്റ്റീവിന്റേതായ ഇതിഹാസ ചെന്നായ ഡെന്നിസിനെ കണ്ടുമുട്ടുന്നു. അതിനിടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ നദാലിയും ഡോണും അപ്രതീക്ഷിതമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. അയാളെ കണ്ടയുടൻ ഡോൺ തന്ത്രപരമായി അവന്റെ വിശ്വാസം നേടാനായി ഒരു ലഘുഭക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. ദേവ് കണ്ടറിഞ്ഞ് ചെന്നായി അവരുടെ അടുത്തേക്ക് വരാൻ അനുവദിക്കുന്നു. ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് ഡെന്നിസ് അവരെ നേരിട്ട് നയിക്കുമെന്ന പ്രതീക്ഷയിൽ അവനെ പിന്തുടരാൻ അവർ തീരുമാനിച്ചു. താമസിയാതെ ജീവനക്കാർ വീണ്ടും ഭൂമിക്കടിയിലേക്ക് മടങ്ങി ഒടുവിൽ വജ്രം നിറഞ്ഞ ആഴങ്ങളിൽ എത്തിച്ചേർന്നു. പക്ഷേ സ്റ്റീവിന്റെ മൂർച്ചയുള്ള ഖനിത്തൊഴിലാളിയുടെ സഹജാവബോധം എന്തോ ഒരു ദുർഗന്ധം മണത്തു. പരിചിതമായ ഒരു ഗന്ധം.
നെതർ വാർട്ടിന്റെ രൂക്ഷഗന്ധം. അത് മഹാപന്നിയുടെ വരവിനെ സൂചിപ്പിക്കുന്നു. താമസിയാതെ തന്നെ അടുത്തൊരു സുരക്ഷിത മുറിയെക്കുറിച്ച് സ്റ്റീവ് മറ്റുള്ളവരെ അറിയിക്കുന്നു. മൈൻകാർട്ടുകൾ അവയുടെ ക്രീപ്പർ ഫാം വരുന്നതിന് തൊട്ടുമുൻപ് നിർത്തുന്നു. അവർ മൈൻകാർട്ടുകളിലേക്ക് ചാടിക്കേറി പരമാവധി വേഗതയിലേക്ക് കുതിക്കുന്നു. എന്നാൽ ട്രാക്കുകൾക്ക് ഊർജ്ജം നൽകുന്ന റെഡ്സ്റ്റോൺ ഏറ്റവും മോശമായ സമയത്ത് പരാജയപ്പെടുന്നതായി അവർ കണ്ടെത്തുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് സ്റ്റീവും ഗാരറ്റും എല്ലാ ക്രീപ്പർമാരെയും പ്രവർത്തിപ്പിച്ചു. ഒരു വലിയ സ്ഫോടനം ഖനിയിൽ നടക്കുകയും ഭൂകമ്പത്തിന് കാരണമാവുകയും ചെയ്തു. സ്ഥിതിഗതികൾ ഒരു നിർണായക പരിധിയിലേക്ക് അടുക്കുകയാണ്. ആ വജ്രങ്ങൾ അത്യാവശ്യമാണ്. ഗാരറ്റ് അമർഷം കലർന്ന മരവിച്ച സ്വരത്തിൽ തുപ്പി. എന്റെ സാമ്പത്തിക തകർച്ച അവയിൽ അവസാനിക്കും, അവയിൽ മാത്രം. ഹെൻറിയുടെ ആത്മാർത്ഥമായ വാക്കുകളിൽ അഗാധമായി സ്പർശിക്കപ്പെട്ട ഗാരറ്റ് നിശബ്ദനായി. നിങ്ങളുടെ ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ഒരു കൂട്ടമെന്ന നിലയിൽ അവർ ഒരു വലിയ വീട് കൊള്ളയടിക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. നിലം യുദ്ധക്കളത്തിൽ പരിചയസമ്പന്നരായ ഗ്രാമീണർ പ്രതിരോധിക്കുന്നു. കഠിനാധ്വാനികളും അച്ചടക്കമുള്ളവരും വിട്ടുവീഴ്ചയില്ലാത്തവരുമായ ഒരു സൈന്യം. രണ്ടാം നിലയിൽ ഇവോക്കറുകളാണ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഭീകരമായ പേരുസ്വപ്നങ്ങൾ വിളിച്ചുവരുത്താൻ കഴിവുള്ള ഇരുണ്ട മന്ത്രവാദികൾ. ഏറ്റവും ഉയർന്ന തട്ടിലിരിക്കുന്നത് എൻഡർമാൻ സ്ഫടികമാണ്. എൻഡർമാൻ അതിനെ സംരക്ഷിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ തൽക്ഷണ മരണം നൽകാൻ കഴിവുള്ള ശക്തനായ എതിരാളിയാണ് എൻഡർമാൻ. മുതിർന്നവർ പ്രതികരിക്കുന്നതിനു മുൻപേ ഗ്രാമവാസികൾ പെട്ടെന്ന് അവരെ ആക്രമിക്കുകയും ക്രൂരവും നിയന്ത്രണങ്ങളില്ലാത്തതുമായ പോരാട്ടം നടക്കുന്ന ഒരു ഭൂഗർഭ പോരാട്ട ക്ലബ്ബിലേക്ക് വലിച്ചിറക്കുകയും ചെയ്യുന്നു. ആരും കാണാതെ സ്റ്റീവ് നിഴലുകളിൽ ഒളിഞ്ഞുനോക്കി. മടിയോടെ റിംഗിലേക്ക് പ്രവേശിച്ച ഗാരറ്റിനെ ആളുകൾ നടുവിലേക്ക് തള്ളി നീക്കി. അയാളുടെ വിചിത്രമായ രൂപം ഉണ്ടായിരുന്നിട്ടും ആ ചെറിയ മനുഷ്യൻ തീവ്രമായി പോരാടുന്നു. അതിനിടയിൽ ഹെൻറി മൂന്നാമത്തെ നിലയിലെ നിലവറയിൽ വിജയകരമായി നുഴഞ്ഞുകയറി. മൂലയിൽ ഒതുക്കപ്പെട്ട ഹെൻറി തന്റെ വജ്രവാളിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് കുതിക്കുന്നു. തുടർച്ചയായ പോരാട്ടത്തിനിടയിലും ഹെൻറിയുടെ ധൈര്യവും കഴിവും അവനെ വിജയത്തിലേക്ക് നയിച്ചു. അതുവഴി ലോകമെമ്പാടും തൽക്ഷണം സഞ്ചരിക്കാൻ കഴിവുള്ളതും മറ്റ് സാമ്രാജ്യങ്ങളിലേക്ക് പോലും പോകാൻ സാധ്യതയുള്ളതുമായ ഒരു മാന്ത്രിക വസ്തുവായ ടെലിപ്പോർട്ടേഷൻ ഗോളം അവൻ സ്വന്തമാക്കി. അവർ തളർന്നുപോയിരുന്നുവെങ്കിലും തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് തൊട്ടടുത്ത് എത്തിയപ്പോഴേക്കും അവർ ആ മാളികയിൽ നിന്ന് രക്ഷപ്പെട്ടതേയുള്ളൂ. അപ്പോഴേക്കും ആ സംഘം അവരുടെ ഏറ്റവും വലിയ ദുസ്വപ്നത്തെ കണ്ടുമുട്ടി. ഒരു ഭീഷണി പെട്ടെന്ന് തന്നെ ലോകമെമ്പാടും ഒരുപക്ഷേ അതിനപ്പുറത്തും യാഥാർത്ഥ്യമായതുപോലെ. അവളുടെ മുഖത്ത് ഒരു കുസൃതി നിറഞ്ഞ ചിരി പടർന്നു. അവൾ വേഗത്തിൽ ക്രിയേഷൻ ക്യൂബും എൻഡർമാൻ ക്രിസ്റ്റലും തട്ടിയെടുക്കുന്നു. സംഘർഷമില്ല, ജാഗ്രതയുമില്ല, വെറും അനിയന്ത്രിതമായ ധാർഷ്ട്യം മാത്രം. തോൽവി സമ്മതിച്ച് സ്റ്റീവും ഹെൻറിയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ശേഷിപ്പുകൾ വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. എന്നാൽ ഗാരറ്റ് അനങ്ങാതെ നിൽക്കുന്നു. അയാളുടെ നോട്ടം മുന്നോട്ട് ഉറപ്പിച്ചിരിക്കുന്നു. കണ്ണുകളിൽ ഒരു ധീരമായ തീ ആളിക്കത്തുന്നു. അയാൾ കൈകൾ ഉയർത്തി ആകാശത്തിലേക്ക് നീട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് കുറച്ച് ഹെവി മെറ്റൽ വേണം. അവസാനത്തെ നിരാശാജനകമായ പ്രവൃത്തിയിൽ മാൽഗാഷ അവരെ ഉടനടി ഉന്മൂലനം ചെയ്യുന്നത് തടയാൻ അയാൾ സ്വയം ബലിയർപ്പിച്ച് ഒരു വലിയ സ്ഫോടനം നടത്തുന്നു. ആഘാതശക്തി എല്ലാവരെയും ചിതറിച്ചു. ആൺകുട്ടികൾ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ചിതറിക്കിടക്കുന്നു. അവർക്ക് മർദ്ദനമേറ്റു. അവർക്ക് ബോധമില്ലാത്ത അവസ്ഥയിലായി. അതിനുശേഷം ഡെന്നിസ് സ്റ്റീവിനെ കണ്ടെത്തി മൃദുവായി സ്പർശിച്ച് അവനെ ഉണർത്തി. അകലെ ഹെൻറി വേദനയോടെ ഞെരങ്ങുന്നു. മുറിവേറ്റിട്ടുണ്ടെങ്കിലും ജീവനോടെയുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ അവർ അസാധാരണമായ ഒരു ചെറിയ കെട്ടിടം ശ്രദ്ധിച്ചു. ആകർഷകമായ ഒരു കൂൺവീട്. നതാലിയെയും ഡോണിനെയും വീണ്ടും കണ്ടുമുട്ടിയ ശേഷം ഗ്രൂപ്പിന് ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഗൗരവം പൂർണ്ണമായി മനസ്സിലായി. മാൽഗോസയുടെ ശക്തി നാടിനെ മൂടുന്നു. അതിന്റെ പാതയിലുള്ള സകലതും വിഴുങ്ങുന്നു. ലോകത്തിനുവേണ്ടി ഗാരത്തിനുള്ള സമയം ഇതാ. അവർ ഒരുമിച്ച് സഹിച്ച എല്ലാത്തിനും അംഗീകാരമായി. അവർ നൂതന ഉപകരണങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുന്നു. ടെലിപ്പോർട്ടേഷൻ ഗോളം കൈയിലുള്ള ഹെൻറി കൂടുതൽ ശക്തനും ബുദ്ധിശാലിയുമായി തന്റെ തന്ത്രം വെളിപ്പെടുത്തുന്നു. അവൻ ഇരുമ്പു ഗോളങ്ങളെ മെച്ചപ്പെടുത്തുകയും അവരെ അതിവേഗ മൊഡ്യൂളുകൾ ഉപയോഗിച്ച് സജ്ജരാക്കുകയും ചെയ്യുന്നു. അവർ ഇപ്പോൾ നെതർ ഹോർഡിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ഭീമാകാരമായ യുദ്ധയന്ത്രങ്ങളുടെ ഭയാനകമായ ഒരു സൈന്യത്തെ നയിക്കുന്നു. ഗോലെമുകൾ പ്രകോപിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ സമാധാനപരമാണ്. എന്നിരുന്നാലും ഒരു വിഡ്ഢി പിഗ്ലിനിൽ നിന്നുള്ള ഒരൊറ്റ ഇടി മതി അവരെ പ്രകോപിപ്പിക്കാൻ. ഗോലെമുകൾ ഉണരുമ്പോൾ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ക്രുദ്ധയായ മലോഷ തന്റെ ഏറ്റവും വലിയ ആയുധമായ മഹാപന്നിയെ വിന്യസിച്ചു. എന്നാൽ അവിടെ അവളെ കാത്തിരുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. നായകന്മാർ ഒരു രഹസ്യ ലോഹം ഉപയോഗിച്ച് വളരെ വലുതും ശക്തവുമായ ഒരു ഗോഥഡ് സ്വയം നിർമ്മിച്ചിരിക്കുന്നു. രണ്ട് മഹാശക്തികളും ഒരു വിനാശകരമായ ഏറ്റുമുട്ടലിൽ കൂട്ടിയിരിക്കുന്നു. അത് ലോകത്തിന്റെ അടിത്തറയിളക്കുന്നു. അതേസമയം സ്റ്റീവ് മലോഷയെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഇതിഹാസ കഥാപാത്രത്തെ മൂർത്തീകരിക്കുന്നു. എന്നിട്ടും മലോഷ അസ്വസ്ഥനാകുന്നില്ല. അവളുടെ കറുത്ത മാന്ത്രിക ശക്തി ഏതൊരു വാളിന്റെയും ശക്തിയെ അതിലംഘിക്കുന്നു. അതിനിടെ യുദ്ധം തകർത്ത ഭൂപ്രകൃതിയിലൂടെ ഹെൻറി ആധിപത്യ ഗോളത്തിന് നേരെ മുന്നേറുന്നു. അതേസമയം നദാലി ഒറ്റപ്പെടുന്നു. ഗോളമായുള്ള പോരാട്ടത്തിൽ വിജയം വരിച്ച് മഹാനായ പന്നി അവൾക്കു നേരെ കുതിക്കുന്നു. രക്ഷയില്ലാത്ത ഒരവസ്ഥയിൽ അകപ്പെട്ട് രക്ഷപ്പെടാൻ ഒരിടവുമില്ലാതിരിക്കുമ്പോൾ ഒരു ശബ്ദം ആ നിശബ്ദതയെ ഭേദിച്ച് അവളെ രക്ഷിക്കുന്നു. അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു കൂട്ടാളിയെ കിട്ടുകയും അവൾ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ഒരു കുന്നിൻ മുകളിൽ ഡോൺ ധീരമായി നിലകൊണ്ടു. ഒരു കൂട്ടം കാട്ടു ചെന്നായ്ക്കൾ അവളെ വളഞ്ഞിരുന്നു. ഒരു കൂട്ടം ചെന്നായ്ക്കൾ മഹാപന്നിയുടെ നേർക്ക് കുതിക്കുന്നു. ഒരു ഭ്രാന്തമായ പോരാട്ടം ആരംഭിക്കുന്നു. ക്രോധം മൂലം അന്ധനായി മഹാപന്നീമതനക്ക് നേരെ സംഹാരശേഷിയുള്ള ഊർജ്ജസ്ഫോടനം അടിച്ചുവിടുന്നു. അവിടെയാകെ ഭ്രാന്തമായ ഒരവസ്ഥ സംജാതമാകുന്നു. അയാൾക്ക് അടികൊണ്ടു. അയാൾ നിലത്തേക്ക് വീണു. അയാൾ പൊടുന്നനെ അകത്തേക്ക് തള്ളിക്കേറി ഹെൻറിയെ പിടിച്ചുവലിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ശേഷിച്ച ശക്തി സംഭരിച്ച് വീരന്മാർ വീണ്ടും ഒത്തുചേരുന്നു.
പെട്ടെന്ന് പ്രകാശം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു, തിളക്കമുള്ളതും ശക്തവുമാണ്. ലോകം വീണ്ടും ശ്വാസമെടുക്കുന്നു. സന്തുലിതാവസ്ഥ ഏറെക്കുറെ പുനഃസ്ഥാപിച്ചു. എങ്കിലും ഗോളം താഴേക്ക് പതിക്കുമ്പോൾ മഹാപന്നി അത് പിടിച്ചെടുക്കുന്നു. അവസാനത്തെ ആഘാതമേൽപ്പിക്കുന്ന ഒരു പ്രഹരത്തിലൂടെ ഭീമാകാരമായ ഗോ ആ ജീവിയെ തകർക്കുകയും ഗോളം എന്നേക്കുമായി സ്വന്തമാക്കുകയും ചെയ്യുന്നതുവരെ നിരാശ തളം കെട്ടിനിന്നു. ഗോളം വീണ്ടും അവരുടെ കൈവശം വന്നതോടെ നിർണായകമായ യുദ്ധം അടുത്തെത്തിയിരിക്കുന്നു. സ്റ്റീവ് മാൽഗോയെ നേരിടാനായി മുന്നോട്ട് നീങ്ങുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നു. 3 തവണ അവൾ കത്തി ഒളിപ്പിച്ച് ആക്രമിക്കുന്നു. തന്റെ വിജയം സ്റ്റീവ് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അവസാനത്തെ പ്രഹരം ഏൽപ്പിക്കുന്നതിനു പകരം പിൻവാങ്ങാൻ അവൻ തീരുമാനിക്കുന്നു. അവൻ അവളുടെ ജീവൻ രക്ഷിക്കുന്നു, അതിനാൽ അവൾ പരാജയത്തിന്റെ ലജ്ജ സഹിക്കണം. ഭീഷണി നിർവീര്യമാക്കിയ ശേഷം സ്റ്റീവ് ജീവനക്കാർക്ക് വിട നൽകുന്നു. ഹെൻറിയെ നോക്കി ഒരു പുതിയ തുടക്കവും സ്ഥിരമായ ഒരു വീടും വാഗ്ദാനം ചെയ്തുകൊണ്ട് അവനെ തന്നോടൊപ്പം ഉപരിതല ലോകത്തേക്ക് വരാൻ ക്ഷണിച്ചു. ഹെൻറി പുഞ്ചിരി നൽകി, എന്നിരുന്നാലും തല കുലുക്കി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതിനു മുൻപ് അവൻ തന്റെ വിശ്വസ്തനായ ചെന്നായ സഹചാരി ഡെന്നീസുമായി വീണ്ടും ഒന്നിക്കുന്നു. ഡെന്നിസിന്റെ അടുത്ത് അവൻ മുട്ടുകുത്തിയപ്പോൾ അവൻ പട്ടിയുടെ ചങ്ങല ഡോണിന് കൈമാറി. നദാലിയുടെയും ഡോണിന്റെയും ധൈര്യത്തിന് അദ്ദേഹം നന്ദി പറയുന്നു. ഗാരത്തിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹം അവനെ ഒരു ഉറ്റ ചങ്ങാതിയും ധീരനായ പോരാളിയുമായി പ്രശംസിച്ചു. ഓരോ രൂപവും പോർട്ടലിലേക്ക് അപ്രത്യക്ഷമാകുമ്പോൾ സ്റ്റീവ് മടികാണിക്കുന്നു. ഇത് ഓവർവേൽഡിന്റെ ശാന്തതയിലേക്കുള്ള അവന്റെ ആസൂത്രിതമായ മടങ്ങിപ്പോക്കിനെ തടസ്സപ്പെടുത്തുന്നു. ശ്വാസമെടുത്ത് അവൻ സ്വയം ധൈര്യപ്പെടുത്തി ഭൂമിയിലേക്കുള്ള പോർട്ടലിലൂടെ നടന്നു നീങ്ങുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രകൃതിദൃശ്യം പൂർണ്ണമായും രൂപാന്തരപ്പെട്ടിരുന്നു. അദ്ദേഹം സംരംഭകത്വത്തിലും വീഡിയോ ഗെയിമുകളിലും ഒരുപോലെ മികവ് പുലർത്തുന്നു, പ്രത്യേകിച്ചും സുഹൃത്തുക്കളുമായി സഹകരിച്ച് കളിക്കുമ്പോൾ. അവരുടെ അവിശ്വസനീയമായ സാഹസിക യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു പുതിയ വീഡിയോ ഗെയിം പുറത്തിറക്കി. ഞാനിപ്പോൾ അളവറ്റ സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. നദാലി സ്വന്തമായി ഒരു സ്വയം പ്രതിരോധ അക്കാദമി സ്ഥാപിച്ചു. വർഷങ്ങളുടെ പരിശ്രമത്തിനു ശേഷം ഹെൻറി ഒടുവിൽ തന്റെ ജെറ്റ്പാക്ക് പ്രവർത്തിപ്പിച്ച് ആകാശത്തിലൂടെ പറന്നു തന്റെ ചിരകാലാഭിലാഷം പൂവണിയിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അതോ ശരിക്കും അവസാനിച്ചുവോ? ആ കൊടുങ്കാറ്റുള്ള രാത്രിയിലെ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവൻ മനുഷ്യരുടെ സംസാര ഭാഷയിൽ പ്രാവീണ്യം നേടി. അവൾക്കാകത്തെ നാട്ടുവർത്തമാനം പറയാനുള്ള കഴിവും ലഭിച്ചു. അവളെ വിവാഹം കഴിക്കാൻ ചോദിക്കുക എന്നതായിരുന്നു അവന്റെ ഏക ലക്ഷ്യം. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അന്തിമ നിഗമനത്തെ കുറിക്കുന്നു.